നമ്മൾ ഐട്രേറ്റീവ് മെത്തേഡ് ഡിസ്കസ് ചെയ്തിരുന്നു. ഫ്രെഡോം ഇക്വേഷന്റെ കേസിൽ അതേപോലെ വോൾട്ടർ ഇക്വേഷന്റെ കേസിലും ഐട്രേറ്റീവ് മെത്തേഡിന്റെ ജനറൽ ഫോം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അത് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. So consider the Fredholm equation y of x is equal to 1 plus lambda integral 0 to 1 minus 3x chi y of chi d chi. So this is a Fredholm integral equation of second kind. F of x എന്ന് പറയുന്ന function 1 ആണ്. That is a continuous function and k of x chi kernel is 1 minus 3x chi, that is also a continuous function. Okay. So നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് വെച്ച് നമ്മളിത് പഠിച്ചിട്ടുള്ള മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡ് വെച്ച് ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കേസ്. ഇത് സെപ്പറബിൾ കേർണലാണ്. കാരണം എക്സിന്റെ കൈയുടെയും ഫംഗ്ഷൻസ് നമുക്ക് സെപ്പറബിൾ കേർണലാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം 1 മൈനസ് 3x കൈ. സോ ഇത് ആദ്യം ആ ഡയറക്റ്റ് മെത്തേഡ് സെപ്പറബിൾ കേർണലിന്റെ മെത്തേഡാണ്. മെത്തേഡ് ഉപയോഗിച്ച് ആ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ആദ്യം സോൾവ് ചെയ്തിരിക്കുകയാണ് ഞാൻ. അതിനുശേഷം ഐട്രേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ലെങ്തി പ്രൊസീജിയറാണ്. എന്നാൽ ഐട്രേറ്റീവ് മെത്തേഡ് വഴി നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡിൽ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. നോക്കാം. y of x is 1 plus lambda ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു ഇന്റഗ്രലിനെ. സോ ഇന്റഗ്രൽ 0 to 1 y of chi d chi മൈനസ് 3 എക്സിന്റെ ഫംഗ്ഷനെ കൂടെ പുറത്തെടുക്കും. 3 ലാംഡ എക്സ് ഇന്റഗ്രൽ 0 to 1 chi y of chi d chi. ഫസ്റ്റ് ഇന്റഗ്രലിനെ c1 എന്ന് വിളിക്കുന്നു, സെക്കൻഡ് ഇന്റഗ്രലിനെ c2 എന്ന് വിളിക്കുന്നു. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് y of x is equal to 1 plus lambda c1 minus 3 lambda x c2. ഇതിൽ c1 ഉം c2 ഉം കണ്ടുപിടിച്ചുകൂടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് ഇന്റഗ്രലിനകത്ത് എക്സിന്റെ ഫംഗ്ഷൻ ഒന്നുമില്ല. സോ g1 of x എന്ന് പറയുന്നത് 1 ആണ്. സോ എന്ത് ചെയ്യണം, ആ 1 വെച്ച് ഈ ഇക്വേഷൻ നമ്പർ 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ആൻഡ് ഇന്റഗ്രേറ്റ് ഫ്രം ഓവർ 0 1 ഓവർ ദി ഇന്റർവൽ 0 1. സോ ഇക്വേഷൻ നമ്പർ 1നെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ഇക്വേഷൻ കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു, c1 ലും c2 ലും ഉള്ള. ഇനി രണ്ടാമത്തെ ഇന്റഗ്രലിലെ ഫംഗ്ഷൻ നോക്കുക, ഖൈ ആണ് ഇതിനകത്ത് വരുന്നത്. സോ g2 of x എന്ന് പറയുന്ന കറസ്പോണ്ടിങ് എക്സിലുള്ള ഫംഗ്ഷൻ അത് x ആണ്. സോ എക്സ് വെച്ചിട്ട് g2 of x എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് ഇക്വേഷൻ നമ്പർ 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ആൻഡ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഓവർ 0 1. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും, ഇക്വേഷൻ നമ്പർ 3. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മുടെ സെപ്പറബിൾ കേർണലിന്റെ മെത്തേഡ്സ് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഐട്രേറ്റീവ് മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴത്തെ സൊല്യൂഷൻ ആണ് കിട്ടുക, ലാംഡ നോട്ട് ഈക്വൽ ടു ആൻ ഐഗൻ വാല്യൂ. ലാംഡ നോട്ട് ഈക്വൽ ടു ലാംഡ ഐഗൻ വാല്യൂ എടുക്കുന്ന കേസ് അല്ല അവിടെ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. ലാംഡ നോട്ട് ഈക്വൽ ടു ഐഗൻ വാല്യൂ എടുക്കുമ്പോഴാണ് ആ സീരീസ് സൊല്യൂഷൻ നമുക്ക് കിട്ടുക. സോ ഇവിടെയും ഞാനിത് സോൾവ് ചെയ്യുമ്പോൾ ഐഗൻ വാല്യൂവിലല്ലാത്ത ലാംഡ നോട്ട് ഈക്വൽ ടു ഐഗൻ വാല്യൂ എടുക്കുമ്പോഴുള്ള കാര്യമാണ് പറയുക. സോ ഇവിടെ നെക്സ്റ്റ് ഇക്വേഷൻ c1 c2 ഉള്ള അടുത്ത ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ഡെൽറ്റ ആ രണ്ട് ഇക്വേഷനിൽ നിന്നും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുകയാണ് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ. സോ ഇത് വാല്യൂ ചെയ്യുമ്പോൾ 1 മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4. സോ ലാംഡ ഈക്വൽ ടു 0 എടുത്ത് ഐഗൻ വാല്യൂസ് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. സോ ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട്, ഇതാണ് ഐഗൻ വാല്യൂസ്. സോ വെൻ ലാംഡ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2, ഈ ഐഗൻ വാല്യൂസ് എടുക്കാത്തപ്പോൾ സൊല്യൂഷൻ എന്താണെന്നാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോൾവിങ് ഇക്വേഷൻസ് 2 and 3. സോ സാധാരണ ലാംഡ ഒരു ഐഗൻ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ ലാംഡയുടെ വാല്യൂ ഈ രണ്ട് ഇക്വേഷനും c1 c2 ഇക്വേഷനിൽ ലാംഡയുടെ വാല്യൂ അത് കൊടുത്തിട്ടാണ് സോൾവ് ചെയ്യുക. ഇവിടെ ലാംഡ നോട്ട് ഈക്വൽ ടു ഒരു ഐഗൻ വാല്യൂ പ്ലസ് ഓർ മൈനസ് 2 എടുക്കില്ല. സോ ജനറൽ ആയിട്ട് ഇത് സോൾവ് ചെയ്യണം ഈ രണ്ട് ഇക്വേഷൻസ് 2 ഉം 3. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ഇക്വേഷൻ 2 വിത്ത് ലാംഡ ബൈ 2 ആൻഡ് ഇക്വേഷൻ 3 വിത്ത് 1 മൈനസ് ലാംഡ എന്നിട്ട് ആഡ് ചെയ്യുന്നു. സോ ഈ c1 ടേം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. സോ ഇവിടെ ഞാൻ c2 കണ്ടുപിടിക്കുന്നത്, എനിക്ക് 2/4 മൈനസ് ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 2 കൊണ്ടിരുന്ന c2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് c1ന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. c1ന്റെ വാല്യൂ 4 മൈനസ് ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ ബൈ 1 മൈനസ് ലാംഡ ഇൻടു 4 മൈനസ് ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. സ്റ്റെപ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ 1 becomes ഇക്വേഷൻ 1 ഇതായിരുന്നു, y of x is equal to 1 plus lambda c1 minus 3 lambda x c2. സോ ഇവിടെ c1 ഉം c2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ലാംഡ ആണ് നമുക്ക് കിട്ടുക. സോ c1ന്റെയും c2ന്റെയും വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. കോമൺ ഡിനോമിനേറ്റർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. സോ സിംപ്ലിഫൈ ചെയ്ത് അവസാനം എനിക്ക് ഇങ്ങനെ കിട്ടും, 4 plus 2 lambda into 2 minus 3x by 4 minus lambda square എന്ന് കിട്ടും. When lambda not equal to plus or minus 2, ഇതാണ് സൊല്യൂഷൻ. സോ നമ്മൾ ചെയ്തപ്പോൾ കണ്ടു, ഡയറക്റ്റ് മെത്തേഡിൽ കണ്ടോ, സിംപ്ലിഫൈ ചെയ്തും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, ഒരു 3-4 പേജ് നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇനി ഐട്രേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചത് എങ്ങനെ ചെയ്യും എന്നാണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ എന്തായിരുന്നു കണ്ടോ, 3-4 പേജ് ഉണ്ട് ഈ സൊല്യൂഷൻ. ഡയറക്റ്റ് മെത്തേഡ് അഥവാ സെപ്പറബിൾ കേർണൽ മെത്തേഡ് വെച്ച് ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ y of x is equal to 1 plus lambda integral 0 to 1 1 minus 3x square y of k d k. ഐട്രേറ്റീവ് മെത്തേഡ് വെച്ച് എടുക്കുമ്പോൾ ഈ f of x എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഓക്കെ, f of x ഇവിടെ എന്താണ്, അത് നോട്ട് ചെയ്യുക 1. ഓക്കെ, ഇനി ഐട്രേറ്റീവ് മെത്തേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് f of x is equal to 1, അത് നോട്ട് ചെയ്ത് ഇനി ഇന്റഗ്രൽ ഓപ്പറേറ്റർ k of small f of x എന്ന് പറഞ്ഞു
ഇന്റഗ്രൽ ഓപ്പറേറ്ററിന്റെ ഡെഫിനിഷൻ ആണ് എഴുതുന്നത്. എന്താണ് ഇന്റഗ്രൽ 0 to 1, ഇവിടുത്തെ ലിമിറ്റ് 0 to 1. സോ ഇന്റഗ്രൽ 0 to 1 k of x k. k of x k നമ്മുടെ ക്വസ്റ്റ്യനകത്ത് 1 minus 3x k. സോ 1 minus 3x k into f of x ന് പകരം എന്ത് കൊടുക്കണം ഇവിടെ, f of k dk. ഇങ്ങനെയായിരിക്കും ഈ കേസിൽ ഇന്റഗ്രൽ ഓപ്പറേറ്റർ വരിക. ഇനി നമുക്കറിയാം നമ്മുടെ സീരീസ് സൊല്യൂഷൻ ഇതാണ്. നമ്മുടെ ഐറ്ററേറ്റീവ് മെത്തേഡ് വെച്ചുള്ള സൊല്യൂഷൻ എന്താണ്, y of x is equal to capital F of x plus summation n equal to 1 to infinity lambda raised to n k raised to n of f of x ആണ് ഫ്രെഡോം വരുമ്പോൾ. വോൾട്ടർ വന്നാൽ കെ എക്സ്, ഇന്റഗ്രൽ ഓപ്പറേറ്ററിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ ഇതാണ് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ഈ കെ ഓഫ് എഫ് ഓഫ് എക്സ്, കെ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ്, കെ ക്യൂബ് ഓഫ് എഫ് ഓഫ് എക്സ് ഇതെല്ലാം കണ്ടുപിടിക്കണം ഇന്റഗ്രൽ ഓപ്പറേറ്ററിന്. സോ കെ ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എടുത്താൽ എന്ത് വരും, ഇതേപോലെ തന്നെ ഇവിടെ ഇതിന് പകരം ഇന്റഗ്രൽ 0 to 1 1 minus 3x k into f of k, ക്യാപിറ്റൽ എഫ് ഓഫ് k കൊടുക്കണം. എഫ് ഓഫ് എക്സ് 1 ആണ്. സോ ക്യാപിറ്റൽ എഫ് ഓഫ് k എന്ത് തന്നെയാ വരിക, 1 dk. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. വിത്ത് റെസ്പെക്ട് ടു ഖൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് വൺ ഇന്റഗ്രൽ ഡി ഖൈ വരും, 1 into d ഖൈ. സോ ഇന്റഗ്രൽ d ഖൈ is ഖൈ മൈനസ് 3x is a constant into ഖൈ d ഖൈ. അതിന്റെ ഇന്റഗ്രൽ ഖൈ സ്ക്വയർ ബൈ 2. ഫ്രം 0 to 1 ലിമിറ്റ് കൊടുക്കുക, ഖൈക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. സോ 1 minus 3 by 2x എന്ന് കിട്ടും. അടുത്ത k സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അത് ഇന്റഗ്രൽ 0 to 1 1 minus 3x k, k of x k into k സ്ക്വയർ വരുമ്പോൾ ഇനി ഇവിടെ k of f of x ന്റെ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. k of f of x ന്റെ വാല്യൂ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷൻ k of f of x ആണ്. k of f of x എന്ന് പറയുന്നത് 1 minus 3 by 2x. കറസ്പോണ്ടിങ് ഖൈയിലുള്ള ഫംഗ്ഷൻ ആണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. സോ 1 minus 3 by 2 ഖൈ. ഓക്കെ, 1 minus 3 by 2 ഖൈ d ഖൈ. ഇത് ഞാൻ അകത്തേക്ക് ഈ ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ഖൈ, ലിമിറ്റ് കൊടുക്കുന്നു 0 to 1. അപ്പോൾ ആൻസർ 1/4. ഓക്കെ, അടുത്ത കെ ക്യൂബ് ഓഫ് എഫ് ഓഫ് എക്സ് ചെയ്യാൻ വേണ്ടി ഇന്റഗ്രൽ 0 to 1 കേർണലിന്റെ വാല്യൂ 1 minus 3x k ഇൻറ്റു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷൻ കെ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ, അത് 1/4 ആണ്. ഖൈയിലേക്ക് മാറ്റണം. ഇവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റന്റ് ആ. സോ 1/4 അതുപോലെ തന്നെ കൊടുക്കുക, ഡി ഖൈ 1/4 പുറത്തെടുക്കുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ഖൈ, ലിമിറ്റ് കൊടുക്കുന്നു. സോ 1/4 into 1 minus 3 by 2x എന്ന് കിട്ടും. കെ ക്യൂബ് വരെ കണ്ടുപിടിച്ചു. ഇനി വേണമെങ്കിൽ കെ റൈസ് ടു 4 കെ റൈസ് ടു 5 വരെ കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ നേരെ സൊല്യൂഷനിലേക്ക് പോവാണ്. സീരീസ് സൊല്യൂഷൻ ഇസ് ഗിവൺ ബൈ ആ സൊല്യൂഷൻ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതും. y of x is equal to f of x plus summation n equal to 1 to infinity lambda raised to n k raised to n of f of x. ഇനി ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി. f of x plus n ന് 1 കൊടുക്കുമ്പോൾ lambda into k of f of x plus lambda square k square of f of x plus lambda cube k cube of f of x plus etc. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് f of x ന്റെ വാല്യൂ 1 plus lambda into k of f of x എന്ത് കിട്ടി, 1 minus 3 by 2x. So lambda into 1 minus 3 by 2x plus lambda square into k square of f of x 1/4. So lambda square by 4 plus k cube of f of x, lambda cube into, so lambda cube into k cube of f of x 1/4 into 1 minus 3 by 2x plus etc. ഇനി ഇപ്പൊ നിങ്ങൾ ഈ എഴുതിയ ക്വാണ്ടിറ്റിയെ, നമ്മൾ എഴുതിയ ഈ ക്വാണ്ടിറ്റിയെ ഞാനൊരു പ്രോഡക്റ്റ് ആയിട്ട് എഴുതാണ്, രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യുകയാണ്. അത് ശ്രദ്ധിക്കുക. അത് പെട്ടെന്ന് നമുക്ക് എഴുതാൻ സാധിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എഴുതുന്നത് ഈ 1 അതുപോലെ തന്നെ 1 പ്ലസ് പിന്നെ ഇവിടെ ഈ ടേം ലാംഡ സ്ക്വയർ, അതായത് എക്സ് വരാത്ത ടേംസ് എല്ലാം കൂടെ ഒരുമിച്ചെടുക്കും. അതെന്താണ് 1 പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 4 പ്ലസ് അടുത്ത ടേം ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇവിടെ കിട്ടുക ലാംഡ റൈസ് ടു 4/16 എന്നാണ്. ഓക്കെ, അതായത് കെ റൈസ് ടു 4 ഓഫ് എഫ് ഓഫ് എക്സ് വരിക അതാണ്. വേണമെങ്കിൽ അതും കൂടെ കണ്ടുപിടിച്ച് നോക്കാം. സോ ലാംഡ റൈസ് ടു 4/16 പ്ലസ് എക്സെട്ര വരും. ഇൻറ്റു ഇത് ഇൻറ്റു എനിക്ക് എന്ത് കൊടുക്കാം, 1 പ്ലസ് ഇനി ഇവിടുത്തെ ഈ ഫസ്റ്റ് ടേം ഇൻറ്റു 1 പ്ലസ് ഈ ടേം കൊടുക്കുകയാണ്, ലാംഡ ഇൻറ്റു 1 minus 3 by 2x. ഇനി നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ആദ്യം 1 വെച്ച് ഈ ബ്രാക്കറ്റിലെ രണ്ട് ടേംസിനെ മൾട്ടിപ്ലൈ 1 into 1 1 വന്നിട്ടുണ്ട്. 1 into ലാംഡ into 1 minus 3 by 2x അത് അതുപോലെ തന്നെ ഉണ്ട്. ഇനി ലാംഡ സ്ക്വയർ ബൈ 4 into 1 ലാംഡ സ്ക്വയർ ബൈ 4. അടുത്ത ലാംഡ സ്ക്വയർ ബൈ 4 into ലാംഡ into 1 minus 3 by 2x എന്ത് വരും, ലാംഡ ക്യൂബ് ബൈ 4 into 1 minus 3 by 2x. നോക്കുക, അതും വന്നിട്ടുണ്ട്. സോ കറസ്പോണ്ടിംഗ്ലി നമുക്ക് അതിവിടെ കിട്ടും. സോ ഇതിങ്ങനെ എങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചാൽ ലാംഡയുടെ ടേംസ് മാത്രം വരുന്നത് നിങ്ങൾ ഒരു സീരീസ് ആയിട്ട് എടുക്കുക. അടുത്തത് നിങ്ങൾ 1 പ്ലസ് ഈ എക്സിന്റെ ടേം വരുന്ന ഫസ്റ്റ് ടേം ഈ ലാംഡ കെ ഓഫ് എഫ് ഓഫ് എക്സിന്റെ ആ ടേം കൊടുക്കുക. ഇങ്ങനെയായിരിക്കും യൂഷ്വലി വരിക. സോ വിച്ച് കൺസിസ്റ്റ്, ഇതിനകത്ത് ഈ ഫസ്റ്റ് ബ്രാക്കറ്റിൽ കിടക്കുന്ന ഒരു ജോമെട്രിക് സീരീസ് ആണ്. അതിന്റെ കോമൺ റേഷ്യോ എന്താണ്, ലാംഡ സ്ക്വയർ ബൈ 4 ആണ്. ലാംഡ സ്ക്വയർ ബൈ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുകയാണ് ഓരോ ടേം നമുക്ക് കിട്ടുക. So that consists of a geometric series that converges when r is equal to common ratio lambda square by 4 less than 1 ആകുമ്പോൾ അത് കൺവെർജ് ചെയ്യും. ലാംഡ സ്ക്വയർ ബൈ 4 ലെസ് ദാൻ 1 ഈസ് ലാംഡ സ്ക്വയർ ലെസ് ദാൻ 4 ആകുമ്പോൾ ലാംഡ സ്ക്വയറിന്റെ വാല്യൂ ലെസ് ദാൻ 4 ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ -2 +2 ഇടയ്ക്ക്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം മോഡ് ലാംഡ ലെസ് ദാൻ 2. കണ്ടോ, ഈ 2 എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആയിരുന്നു. നമുക്ക് നമ്മുടെ ഇന്റഗ്രൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡയറക്റ്റ് മെത്തേഡ് വഴി സോൾവ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു +2 -2 എന്താണ്,
അവിടെ ഐഗൻ വാല്യൂസ് ആണ്. സോ ആ ഐഗൻ വാല്യൂസിൽ എടുക്കില്ല. രണ്ടോ -2ന്റെയും +2ന്റെയും ഇടയ്ക്കായിരിക്കും ലാംഡയുടെ വാല്യൂ. ഒരിക്കലും ആ ഐഗൻ വാല്യൂ എടുക്കില്ല. സി -2 λ2 എന്നുള്ള കണ്ടീഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് ലാംഡ ലെസ് ദാൻ 2. ഓക്കെ. സോ അതാണ് ഞാൻ പറഞ്ഞത്. സീരീസ് സൊല്യൂഷൻ വഴി നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഒരിക്കലും ഐഗൻ വാല്യൂയിൽ എടുക്കില്ല. അല്ലാത്ത കേസിലാണ് ആ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക. സോ വെൻ മോഡ് ലാംഡ ലെസ് ദാൻ 2 ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ സീരീസ് കൺവേർജ് ചെയ്യുമെന്നല്ലേ പറഞ്ഞു. നമുക്കറിയാം ഒരു ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് ആണ്. ദാറ്റ് കൺവേർജസ് ടു a/1 - r. സോ എങ്ങോട്ട് കൺവേർജ് ചെയ്യും? സം ഓഫ് ദ സീരീസ് എന്ത് വരും? a എന്ന് പറയുന്നത് 1 ആണ് ഫസ്റ്റ് ടേം ബൈ 1 മൈനസ് λ²/4 ആണ് a/1 - r. ഓക്കെ. സോ ഇതിന്റെ സം നമുക്ക് കിട്ടി 1/1 മൈനസ് λ²/4. സോ y ഓഫ് x ഇനി ഞാൻ എഴുതുകയാണ്. ഇതിന് പകരം 1/1 മൈനസ് λ²/4 കൊടുത്താൽ ഈ സം അതാ വരുന്നത് ഇൻറ്റു ദിസ് ക്വാണ്ടിറ്റി. ഇതാണ് y ഓഫ് x വരിക. സോ y ഓഫ് x ഇനി എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? വെൻ മോഡ് ലാംഡ ലെസ് ദാൻ 2 the solution of the given equation is given by y of x is equal to 1 plus ഈ ടേം അതുപോലെ 1 plus lambda into 1 minus 3/2x into 1 by ആ ക്വാണ്ടിറ്റി ഈ സം കൊടുക്കും. സോ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 1 മൈനസ് λ²/4 എന്ന് വരും. ഇനി ഇതിന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഞാൻ ഒരു 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ഈ സിംപ്ലിഫിക്കേഷന് വേണ്ടി. 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇതിന് ഞാനൊരു 2 കൂടെ ബ്രാക്കറ്റിൽ നിന്ന് എടുക്കുന്നു. സോ എനിക്ക് ഈ സൊല്യൂഷൻ ഇപ്പൊ കിട്ടിയ സൊല്യൂഷനും നോക്കുക. ഇപ്പൊ കിട്ടിയ സൊല്യൂഷൻ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് വഴി കണ്ടുപിടിച്ച സൊല്യൂഷൻ ഇത് രണ്ടും സെയിം ആണ്. ലാംഡ നോട്ട് ഈക്വൽ ടു +or-2 ആകുമ്പോൾ നമുക്ക് കിട്ടിയ ഐറ്ററേറ്റീവ് മെത്തേഡ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച സൊല്യൂഷനും ഡയറക്റ്റ് മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ച സൊല്യൂഷൻ സെയിം ആണ്. ദി സൊല്യൂഷൻ is identical with the actual solution for all values of lambda except lambda equal to +or-2. സോ അതാണ് നമുക്ക് ഐറ്ററേറ്റീവ് മെത്തേഡ് വെച്ചാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കും ഡയറക്റ്റ് മെത്തേഡിനെക്കാളും അഥവാ സെപ്പറബിൾ കേർണലിന്റെ മെത്തേഡിനെക്കാളും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്.